ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ഗവേഷകർ സംഘടിപ്പിക്കുന്ന മഹിതം സുഹൃതം പരിപാടിയിലെ അക്കാദമിക സെഷൻ 3 ഇത്. നവീന വിമർശനത്തിൽ മുഖമുദ്ര പതിപ്പിച്ച ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വിമർശന സപര്യയെ പരിശോധിക്കുന്ന ഒരു സെഷനാണ് ഇത്. ഈ സെഷൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് കേരള സർവകലാശാലയുടെ കേരള പഠന വിഭാഗം വകുപ്പ് അധ്യക്ഷനായ ഡോക്ടർ CR പ്രസാദ് സാറാണ്. അധ്യാപകൻ, ഗവേഷകൻ, ഗവേഷക മാർഗദർശി, വിമർശകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മളെല്ലാം അറിയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അധ്യാപന രംഗത്തും ഭരണനിർവഹണ രംഗത്തും ഒക്കെ തൻ്റേതായ വ്യക്തിമുദ്രകൾ അദ്ദേഹം ചാർത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിനോട് വളരെ വലിയ അടുപ്പം ഉള്ള ആളാണ് CR പ്രസാദ് സാറ്. CR പ്രസാദ് സാറിനെ വളരെ ആദരവോടെ ഗവേഷകർക്ക് വേണ്ടി ഈ സെമിനാർ സെഷന്റെ അധ്യക്ഷനായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ AM ഉണ്ണികൃഷ്ണനും സാഹിത്യ വിമർശനവും എന്ന പ്രബന്ധം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാള വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അജയൻ പനേറയാണ്. എൻ്റെ സീനിയറായിരുന്നു അദ്ദേഹം. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലതവണ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാഷണ കലയുടെ ഒരു സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ഡോക്ടർ അജയൻ പനേർ സാറ് സ്വയം സമ്മതിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നതാണ്. സാറിനെ ഈ സെമിനാർ സെഷനിലേക്ക് എല്ലാ ഗവേഷകരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മഹാത്മാക്കളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും പ്രിയ ഗുരുനാഥനായ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ സാറിനെയും വളരെ സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ അജയൻ പനേറ, ഡോക്ടർ PL ശിവകുമാർ, പ്രിയപ്പെട്ടവരെ, ഡോക്ടർ AM ഉണ്ണികൃഷ്ണനും സാഹിത്യ വിമർശനവും എന്നുള്ളതാണ് ഈ സെഷന്റെ വിഷയം. എനിക്കൊന്ന് സാഹിത്യ വിമർശനത്തിൻ്റെ പാരമ്പര്യം, മലയാള വിമർശനത്തിൻ്റെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു വഴി നോക്കിക്കഴിഞ്ഞാൽ ആധുനികത മുതൽ ഉണ്ടായ ഒരു വ്യതിചലനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആധുനികത എന്ന ഒരു പ്രസ്ഥാനം മലയാളത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിൻ്റെ അപ്പോസ്തലരിൽ ഒരാളായ KP അപ്പൻ യഥാർത്ഥത്തിൽ അക്കാദമിക് വിമർശനത്തിന് എതിരായിരുന്നു. KP അപ്പനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു വായനക്കാരൻ കൂടിയാണ് ഞാൻ. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, ചില ദർശനങ്ങൾ, ചില വീക്ഷണങ്ങൾ, നിഗമനങ്ങൾ, ഇതൊക്കെ തന്നെ എൻ്റെ വായനയിൽ എനിക്ക് ഇരുന്ന് ചിന്തിക്കാനും പുതിയ ചില വഴികൾ തുറന്ന് കണ്ടെത്താനും ഉള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അക്കാദമിക് വിമർശനത്തിൻ്റെ എല്ലാ രീതിശാസ്ത്രത്തെയും ബോധപൂർവം നിഷേധിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് തൻ്റെ വിമർശനത്തിലൂടെ KP അപ്പൻ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അനുരണനം ആ കാലഘട്ടത്തിലെ മിക്ക വിമർശനത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KP അപ്പൻ എത്രമാത്രം ധൈഷണികമായ ഒരു മൂല്യം മലയാള വിമർശനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും ആധികാരികമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. KP അപ്പൻ ഒരുപാട് ആൾക്കാരെ ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ പല സന്ദർഭങ്ങളിലായി പരാമർശിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ള വസ്തുത
കൃത്യമായി വായനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ KP അപ്പൻ്റെ വിമർശനത്തിലെ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നു. അത് ബോധപൂർവ്വം അദ്ദേഹം വരുത്തിയത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കാദമിക് വിമർശനത്തിന്റെ സ്വഭാവം എന്താണ് എന്നത് വളരെ കൃത്യമായി കഴിഞ്ഞ സെഷനിൽ ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച ശ്രീനാഥിന്റെ പ്രബന്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. വളരെ കൃത്യതയോടുകൂടി വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് ആ വസ്തുതകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഇന്നതാണ് കാര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നുണ്ടായിരുന്നു ആ പ്രഭാഷണത്തിന്റെ ഓരോ സന്ദർഭവും. കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിലൊരു പക്ഷാന്തരവും തോന്നാത്ത രീതിയിൽ ഉള്ള ഒരു അവതരണമായി അതിനെ കാണുന്നു. ഡേറ്റാസ് സ്വീകരിക്കുക, അതിനെ വളരെ കൃത്യതയോടുകൂടി ചേരേണ്ട സ്ഥലത്ത് ചേർക്കുക, അതിനുശേഷം അതിനെ വിശകലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതി വളരെ കൃത്യതയോടുകൂടി ആദ്യ അവസാനം പുലർത്തിയ ഒരു പ്രഭാഷണം എന്ന നിലയിൽ അടുത്ത ഇടെ ഒന്നും തന്നെ അക്കാദമിക് പ്രഭാഷണത്തിൽ ഇത്രയും സമഗ്രവും ആയിട്ടുള്ള ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു പ്രഭാഷണം കൂടിയാണ് അത് എന്ന് ഞാൻ ആദ്യമേ ഇവിടെ സൂചിപ്പിക്കട്ടെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ, ആധുനികതയുടെ കാലഘട്ടത്തിൽ ഇവിടെ കുറേയേറെ സിദ്ധാന്തങ്ങൾ കടന്നു വരികയുണ്ടായി. ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേരളീയ സാഹിത്യകൃതികൾ, മലയാള സാഹിത്യകൃതികൾ എന്ന ഒരു ധാരണ എങ്ങനെയോ വന്നു. സിദ്ധാന്ത സ്ഥാപനത്തിനുള്ളതാണ് കൃതി എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയോ ഉണ്ടായി. ആധുനികത മുതലെങ്കിലും അതുണ്ടായിട്ടുണ്ട് കേരളത്തിൽ, മലയാള വിമർശനത്തിൽ. അതിനു മുമ്പ് ഒരു കൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് അത് വായിക്കേണ്ടത് എന്നുള്ളത് ആ കൃതിയാണ് തീരുമാനിച്ചിരുന്നത്. MP പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൃതിയെക്കുറിച്ച് ഞാൻ എഴുതണമെങ്കിൽ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ആ കൃതി വായിച്ചിരിക്കും എന്നുള്ളതാണ്. ആ കൃതി വായിച്ചിട്ട് കൃതി ഒരു ജൈവ ഘടനയാണ് എന്നുള്ള ഒരു ധാരണയിൽ ആ കൃതിക്ക് പറയാനായിട്ടുള്ളത് ആ കൃതി തന്നെ പറയും എന്നുള്ള ഒരു വീക്ഷണത്തിൽ അതിന് ഉപയോഗിക്കേണ്ടത് ഏതാണ് എന്ന് ആ കൃതി തന്നെ പറഞ്ഞു തരും എന്നുള്ള ഒരു ധാരണയിൽ കൃതിയെ സമീപിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു സാഹിത്യ വിമർശനത്തിൻ്റെത് അതേ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് പിന്നീട് ഏതെങ്കിലും ഒരു കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പഠനം വേണ്ട, ഏതെങ്കിലും ഒരു എഴുത്തുകാരനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠനം വേണ്ട, മറിച്ച് ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെയോ ഒരു നിരീക്ഷണത്തെയോ സ്ഥാപിക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം എഴുത്തുകാരെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം എഴുത്തുകാരുടെ ഒരു കൂട്ടം രചനയോ മാത്രം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മലയാള നിരൂപണം മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് വലിയ വായനയുടെ ഒരു പരിപ്രേക്ഷ്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനാണോ എന്ന് അറിയില്ല, അതോ അങ്ങനെ ഇവർക്ക് വിമർശിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു ചട്ടക്കൂടിൽ എത്തിപ്പെട്ടത് കൊണ്ടാണോ എന്നും അറിയില്ല. ആ രീതിയിലുള്ള ഒരു സമീപനം കേരളത്തിൽ ശക്തമായി വന്നു, മലയാളത്തിൽ ശക്തമായി വന്നു എന്ന് മാത്രമല്ല, മലയാളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്തും പറയാം, എന്തിനെക്കുറിച്ചും പറയാം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി സംജാതമാകുന്നത് നമ്മൾ അടുത്തയിടെ കാണുകയും ചെയ്യുന്നത് ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വസ്തുതയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ ആ മനസ്സിലാക്കി നമ്മൾക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും വായിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമാണ്. എന്നാൽ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇപ്പോൾ വരുന്ന പല വിമർശനങ്ങളും, മലയാള വിമർശനങ്ങളും വായിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് സിദ്ധാന്തം അറിയാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആ കൃതി എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുത അതുപോലെ തന്നെ നിൽക്കുകയാണ്. അടുത്തിടെ 1-2 പ്രബന്ധങ്ങൾ അടുത്തയിടെ ഇറങ്ങിയ പ്രസിദ്ധീകരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആൾക്കാരെ മനസ്സിലാകും. ഇവിടെ വ്യക്തിയല്ല പ്രശ്നം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമീപനത്തിന്റെ പ്രശ്നം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പലതും വായിച്ചിട്ട് എനിക്കത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, മലയാളത്തിൽ വരുന്ന ഇപ്പം ലെക്കാനെ കുറിച്ച് മലയാളത്തിൽ അതിന്റെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച പുസ്തകങ്ങൾ
മിനിമം ഒരു 2 ഈ ലക്കാനെ കുറിച്ചുള്ള ആ മലയാള പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ലക്കാൻ എന്താണെന്നോ, ലക്കാന്റെ നിരീക്ഷണം എന്താണെന്നോ, ലക്കാൻ പറയുന്ന മനഃശാസ്ത്ര സമീപനം എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ലെക്കാൻ ഫോർ ബിഗിനേഴ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എനിക്കത് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ടല്ല, മറിച്ച് വസ്തുതകളെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ശുദ്ധ ഭാഷയിൽ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാവും. ഒന്ന്, ആർക്കും മനസ്സിലാകാതിരിക്കുന്നതിനുള്ള കാരണം ഞാൻ ആവിഷ്കരിക്കുന്ന സിദ്ധാന്തത്തിന്റെ ഗരിമ കൊണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു ഭാഷാ ഗൗരവമുണ്ട്. പച്ച മലയാളത്തിൽ പറയാതെ, മനുഷ്യന് മനസ്സിലാകുന്ന മലയാളത്തിൽ പറയാതെ ഗൗരവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ആണ് എന്ന് ധരിക്കും എന്നുള്ള ഒരു ധാരണ പൊതുവെ ഇന്ന് കാണുന്നുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അതിലൊന്നും ഇല്ല എന്നുള്ള ധാരണയും ഉണ്ടാകുന്ന തലത്തിലേക്ക് വായന കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് എം ഉണ്ണികൃഷ്ണന്റേത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞത്. മലയാള വിമർശനത്തിൽ ഇന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും വളരെ ഭംഗിയായിട്ട് ചീത്ത വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കും. എഴുത്തുകാരെ കുറിച്ച് അതിമോശമായ രീതിയിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ശ്രദ്ധിക്കും. ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എഴുത്തുകാരെ അവരുടെ ഇമേജിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളതല്ല. ഇത് പറയുന്നതിലൂടെ ഞാനൊരു നെഗറ്റീവ് ഇമേജ് ഉള്ള ആളായി പറഞ്ഞാൽ അതും ഒരു ഇമേജ് ആണ് എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് വിമർശനം പോകുന്നില്ലേ എന്നുകൂടി സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു എഴുത്തുകാരന്റെ ഒരു കൃതി വെച്ചുകൊണ്ട് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ എഴുത്തുകാരി അതേവരെ ചെയ്തിരുന്ന എല്ലാ സംഭാവനകളെയും റദ്ദാക്കാൻ സാധിക്കും എന്ന രീതിയിൽ വരെയുള്ള വിമർശനങ്ങൾ മലയാളത്തിൽ അടുത്ത കാലത്ത് സംഭവിക്കുന്നുണ്ട്. ഇതും മലയാള വിമർശനത്തിന് ആരോഗ്യകരമാണോ? അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. എം ഉണ്ണികൃഷ്ണന്റെ നിരൂപണങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഈ പറയുന്ന ലാളിത്യം പറയുന്ന, അത് ആധുനികതയെ കുറിച്ചാണെങ്കിൽ പോലും ആധുനികത എന്ന ആ ഒരു സംജ്ഞയ്ക്ക്, മോഡേണിസം, മോഡേണിറ്റി എന്ന ഒരു സംജ്ഞയ്ക്ക് തീർത്തും കേരളീയമായ ഒരു പരിസരമുണ്ട് എന്നും ആ കേരളീയമായ പരിസരത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ കേരളീയമായ ഒരു സംജ്ഞ അതിന് കൊടുക്കാൻ പറ്റില്ല എന്നും അന്വേഷിച്ച് പോയി അതിലേക്ക് ചെന്നെത്തുന്ന ഒരു സമീപന പദ്ധതി ആധുനികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എഴുതുമ്പോൾ എം ഉണ്ണികൃഷ്ണന്റെ രചനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കവിതയെക്കുറിച്ച് പറയുമ്പോഴാകട്ടെ, കഥയെക്കുറിച്ച് പറയുമ്പോഴാകട്ടെ, അദ്ദേഹത്തിന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കഥയെക്കുറിച്ചുള്ള നിരൂപണങ്ങളാണ്, കഥാപഠനമാണ് വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ഭൂരിപക്ഷമായി ചെയ്തിട്ടുള്ളത്. എന്നാൽ കവിത എന്ന് പറയുന്നത് പുറമെ നിൽക്കുന്ന ഒരു കാര്യമല്ല, നോവൽ എന്ന് പറയുന്നത് പുറമേ നിൽക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ മേഖലയിലും ഇങ്ങേറ്റം ഈ ചട്ടമ്പിസ്വാമിയെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചും പറഞ്ഞല്ലോ, അവിടെയൊക്കെ തന്നെ എം ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി പുലർത്തുന്ന ഒരു സമീപനം എന്നത് യഥാർത്ഥത്തിൽ ഒരു ആമുഖം, ഓരോ പ്രബന്ധത്തിനും വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ആമുഖം തയ്യാറാക്കുക. ആ ആമുഖത്തിന് ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോന്നും ഓരോ പാരഗ്രാഫ് വളരെ കൃത്യതയോടുകൂടി ഒരു പ്രബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു പാരഗ്രാഫിൽ, ഒരു ഖണ്ഡികയിൽ ഒരുപാട് ആശയങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കുക എന്നുള്ളതാണ്. ഗതിയിൽ നമുക്ക് മറ്റൊരാളെ അവിടെ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ധാരണയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ സർവകലാശാല തീരുമാനിച്ചത് എന്നെ ആയിരുന്നു അതിന്റെ ഡയറക്ടറായിട്ട് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അവിടെ വിനിയോഗിക്കേണ്ടതുണ്ട്. സർവകലാശാലയുടെ രീതിശാസ്ത്രം അനുസരിച്ച് ഈ 5-6 മാസം കൊണ്ട് വിനയം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് ഒരു 3-4 വർഷം സർവീസ് ഉള്ള ഒരാളുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നാൾ കൊണ്ട് അത് ചെയ്തോളൂല്ലോ എന്ന് കരുതി കൂടിയായിരിക്കാം സർവകലാശാല ആ ചുമതല ഏൽപ്പിച്ചത്. അപ്പൊ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി എന്ന് വേണോ ചട്ടമ്പിസ്വാമി സെന്റർ. അപ്പൊ എപ്പോഴും നമ്മൾ കുറഞ്ഞ് ചുരുക്കുക എന്നുള്ളതാണല്ലോ. ഒരു സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സെന്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു വൃത്തത്തിൽ വരുത്തില്ല. ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അനുഭവിച്ചൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറ്റൊരു രീതിയിൽ അതിന്റെ രൂപത്തിലേക്ക് മാറ്റി. അപ്പൊ ഇത് വേണോ ചട്ടമ്പിസ്വാമി സെന്റർ എന്ന് പോരെ? എന്തിനാണ് ശ്രീ വിദ്യാധിരാജ?
ഞാനും ഉണ്ണി സാറുമായിട്ട് സംസാരിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി എന്ന് തന്നെ വേണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് ചോദിച്ച ആളെന്നോട് ശ്രീ എന്നൊക്കെ ചേർക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ചേർത്ത് കൂടാ? നാരായണ ഗുരു എന്ന് പറയുന്നതിന് നമ്മൾ ശ്രീനാരായണ ഗുരു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനപ്പേരിന് തുല്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി സെന്റർ എന്ന് തന്നെ വേണം എന്ന് പറയുകയും അങ്ങനെ സാറ് ആ ഒരു പ്രചോദനം തന്നതുകൊണ്ട് ആ രീതിയിൽ ഇപ്പോൾ ആ സെന്റർ പേര് ഉള്ളതായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു സൂക്ഷ്മത, തൻ്റെ പ്രവൃത്തികളിലുള്ള ഒരു സൂക്ഷ്മത, ആ സൂക്ഷ്മതയാണ് യഥാർത്ഥത്തിൽ സംഭാഷണത്തിലും ഓരോ വാക്കും പെറുക്കി വെക്കുന്നതിൻ്റെ പിന്നിലുള്ള സൂക്ഷ്മത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാക്കും തെറ്റിപ്പോകാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല വാക്ക്. പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെന്ന് കൊള്ളും എന്നതിനെ കുറിച്ച് നമുക്ക് വലിയ അനുഭവമൊന്നുമില്ല. ഇങ്ങോട്ട് പ്രതികരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും നമുക്ക് മനസ്സിലാക്കുക ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ലല്ലോ അത് അവിടെ നിന്ന് കൊണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അത്തരം ചില ശ്രദ്ധകൾ, സൂക്ഷ്മതകൾ പുലർത്തുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സാർ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന ഒരു നിരൂപണ പദ്ധതിയിൽ വേറിട്ട് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ രചനകൾ വേറിട്ട് നിൽക്കുന്നതിനുള്ള കാരണത്തിന്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലേക്കൊന്നും വിശദമായിട്ട് ഞാൻ കടക്കുന്നില്ല. 5:15 അടുത്ത സെഷൻ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ സാറിന്റെ ശിഷ്യരെ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അധ്യാപകർ ജീവിക്കുന്നത് അവരുടെ ശിഷ്യരിലൂടെയാണ്. ആ ശിഷ്യരുടെ മുഖത്തുള്ള കണ്ണുകളിലുള്ള വെളിച്ചമാണ് ഞങ്ങളെ പോലെയുള്ള അധ്യാപകർക്ക് ഊർജം പകരുന്നത്. നിങ്ങൾ ഈ കൊളുത്തിയ വെളിച്ചം എന്ന് പറയുന്നത് എത്രയോ വർഷമായിട്ട് ഉണ്ണികൃഷ്ണൻ എന്ന അധ്യാപകൻ അദ്ദേഹത്തിന്റെ അധ്യാപകരിൽ നിന്നും കൈക്കൊണ്ട് ഇങ്ങനെ പകർന്നു തന്ന ഒന്നാണ്. അത് നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുമോദനം, ഒരു യാത്രയപ്പ് എന്നത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, അധ്യാപകരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ചില നൈതികത കൂടിയുണ്ട്. ആ നൈതികത നിങ്ങൾ പഠിക്കുന്നത് ഉണ്ണികൃഷ്ണനിൽ നിന്നാണ് എന്ന്, പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് എന്ന് അടുത്ത തലമുറ പറയണമെങ്കിൽ ഈ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം ആ ശിഷ്യരെ എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ CR പ്രസാദ് സാർ, സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ ഡോക്ടർ ജയകൃഷ്ണൻ, പ്രിയപ്പെട്ട ശ്രീ ശിവകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ഏറ്റവും ബഹുമാന്യനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വിചാരിക്കുകയായിരുന്നു, ഈ പോഡിയത്തിലും ഈ സ്റ്റേജിലും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെക്കാൾ ഈ ഹാളിൽ നിറയെ പൂക്കൾ ഉണ്ട് എന്ന് ഞാൻ കാണുകയായിരുന്നു. ഒരധ്യാപകനോട് സ്വന്തം വിദ്യാർത്ഥികൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ, കടപ്പാടിൻ്റെ, ഹൃദയപരമായ ഐക്യത്തിൻ്റെ പല വർണ്ണത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ഒരു പൂന്തോട്ടമാണ് ഇപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈ ഒളിമ്പിയ ഹാൾ. അത്തരം ഒരു സന്ദർഭത്തിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായി എൻ്റെയും ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ സാറും ഞാനും തമ്മിൽ എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അറിയുകയും ചെയ്യും. സാറ് എഡിറ്റ് ചെയ്ത 2 പുസ്തകങ്ങളിൽ സ്വതേ ഉദാസീനനും അലസനുമായ എന്നെക്കൊണ്ട് ലേഖനം എഴുതി വാങ്ങിച്ച സാറിൻ്റെ പെരുമാറ്റം കൊണ്ട് എനിക്കറിയാം എങ്ങനെയായിരിക്കും സാറ് ഈ 21 കുട്ടികളെ കൊണ്ട് ഗവേഷണം നടത്തിച്ചിട്ടുണ്ടാവുക എന്ന്. സാർ ഒരിക്കലും ദേഷ്യപ്പെടില്ല, ഒരിക്കലും ഉറച്ച് സംസാരിക്കില്ല. പക്ഷേ 3-4 തവണ സാറ് വിളിക്കുമ്പോൾ പിന്നെ അത് എഴുതി കൊടുക്കാതിരുന്നാൽ നമുക്ക് എന്തോ ഒരു നാണക്കേട്, അവമതിപ്പ്, അവനവനോടും ഒരു ആത്മനിന്ദയും ഒക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ശാസിക്കാതെ അവനവരുടെ തന്നെ ആത്മനിന്ദയെ
സ്നേഹം കൊണ്ട് ഉണർത്തി അവരെ കൊണ്ട് ഗവേഷണം നടത്തിച്ച മലയാളത്തിലെ ഒരു മാർഗദർശിയാണ് ഉണ്ണികൃഷ്ണൻ സാർ. വ്യക്തിപരമായി എന്നോട് കാണിച്ച സ്നേഹം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോഴും ആലോചിച്ചെന്ത് പറയണം. ആ ആലോചനയുടെ അവസാനം എൻ്റെ മനസ്സ് ചെന്ന് തറച്ചു നിന്നത് ഒരു കുറ്റിയിലാണ്. അത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ചിതയും ചിതാകാശവും. സാഹിത്യത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ ഒരു ശീർഷകം, നിരൂപണത്തെക്കുറിച്ച് ഏറ്റവും ചെറിയ ഒരു ശീർഷകം, ഏറ്റവും അർത്ഥസാന്ദ്രമായ ഒരു ശീർഷകം, അത് ചിതയും ചിതാകാശവും എന്നാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നു, ജീവിതത്തെപ്പറ്റി എഴുതുന്നു, ജീവിതത്തെപ്പറ്റി സാഹിത്യം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നിരന്തരം അഭിമുഖീകരിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത് ആ ചിതയെയാണ്, മരണത്തെയാണ്. അത് കഴിഞ്ഞ് അജ്ഞേയവും അപാരവുമായ ഏതോ അദൃശ്യ ബിംബങ്ങളോടുള്ള സംവാദത്തിനുള്ള ആഗ്രഹങ്ങളാണ് എല്ലാ സാഹിത്യകൃതിയും എല്ലാ വ്യക്തികളുടെയും ജീവിതം എന്നും ഞാൻ തിരിച്ചറിയും. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ നിരൂപണത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയും, സാഹിത്യത്തിലെ ചിതയെയും ചിതാകാശങ്ങളെയും കുറിച്ച് ചിന്തിച്ച നിരൂപകൻ എന്ന് പറയാം. ഇനി സാറിൻ്റെ നിരൂപണത്തിൻ്റെ സവിശേഷതകൾ വളരെ എളുപ്പത്തിൽ പറയാം എന്ന് കരുതുകയാണ്. ശ്രീ പ്രസാദ് സാർ ഇവിടെ പറഞ്ഞ ഒരു അല്പം അദ്ദേഹം കുറേ ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്ക് എം ഉണ്ണികൃഷ്ണൻ്റെ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും എല്ലാം നിരന്തരം പറയുന്ന ഒരു വാക്ക്, മലയാളത്തിലെ നിരൂപകരും സാഹിത്യകാരന്മാരും നിരന്തരം പ്രയോഗിക്കുന്ന ഒരു വാക്ക്, എം ഉണ്ണികൃഷ്ണൻ്റെ നിരൂപണ ലേഖനങ്ങളിലോ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലോ ഒരിക്കലും നിങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ്. ആ വാക്ക് ആധുനികത എന്ന വാക്കാണ്. പകരം അദ്ദേഹം നിരന്തരം ഉപയോഗിക്കുന്ന വാക്ക് നവീനത എന്ന വാക്കാണ്. ഒരു നിരൂപകന് തൻ്റെ 10, 45 അല്ലെങ്കിൽ 40 വർഷം നീളുന്ന നിരൂപണ സാഹിത്യത്തിൻ്റെ എഴുത്തു വഴികളിൽ ഒരു സാഹിത്യ പ്രദേശത്തിൻ്റെ ചിന്താഗതിയെ അപ്പടി കടന്നാക്രമിച്ച ഒരു പദത്തെ ഇങ്ങനെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്താൻ കഴിയുക എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഈ സൗമ്യത അപാരമായ കട്ടിയുള്ള ധീരതയാണ്. മനഃപൂർവ്വം ഈ വാക്കിനെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ആധുനികതയുടെ ഭാവുകത്വമല്ല, നവീനത, നവീനത, നവീനതാ വിചാരം, നവീനതയുടെ ഭാവുകത്വം എന്ന് നിരന്തരം പറയുന്ന മലയാളത്തിലെ ഏറ്റവും ശബ്ദം കുറഞ്ഞ ധീരരായ നിരൂപകരിൽ ഒരാളാണ് എം ഉണ്ണികൃഷ്ണൻ. രണ്ടാമത് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൻ്റെ പേര് ആർജവം എന്നാണ്. ആർജവം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട്. അതിലൊന്ന് ഋജു എന്നാണ്, മറ്റൊന്ന് സത്യസന്ധത എന്നാണ്, മറ്റൊന്ന് സാരല്യം എന്നാണ്. ഞാൻ പറയുന്നു, നാട്ടുംപുറത്തിൻ്റെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ നേരെ വാ നേരെ പോ എന്നാണ്. നേരായ്മ എന്ന് പറയും. പറയാനുള്ളത് നേരെ പറയുക, പറയാനുള്ള വിമർശനങ്ങൾ പോലും ഏറ്റവും ലക്ഷ്യവേദിയായ പാശുപതാസ്ത്രം പോലെ എയ്തു കൊള്ളിക്കുമ്പോഴും അമ്പിൻ്റെ അറ്റത്ത് സ്നേഹത്തിൻ്റെയും തിദിശയുടെയും എന്ന് അദ്ദേഹം പ്രയോഗിച്ച വാക്കാണ്. മലയാളത്തിലെ ഹിമശുദ്ധിയാർന്ന കവിതയുടെയും ജീവിതത്തിൻ്റെയും കവിയെക്കുറിച്ച് എം ഉണ്ണികൃഷ്ണൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. തിദിശയുടെ അനുശീലനമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ജീവിതവും കവിതയും എന്നാണ് ഞാൻ പറയാൻ വന്നത്. രണ്ടാമത് എം ഉണ്ണികൃഷ്ണൻ എന്ന നിരൂപകൻ്റെ സവിശേഷതയാണ് ഈ സമാഹാരത്തിൻ്റെ ശീർഷകം. അത് ഉദാഹരണ സഹിതം ഇനി പറയാം. കൃത്യം 5:15 എൻ്റെ വർത്തമാനം ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്
പാശ്ചാത്യമായ സിദ്ധാന്തങ്ങളെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിൽ ആത്മരതി അനുഭവിക്കുന്ന മലയാളത്തിലെ നിരൂപകരോടും എഴുത്തുകാരോടും ഒറ്റ വാചകത്തിൽ ഈ നിരൂപകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: പാശ്ചാത്യ ആഭിമുഖ്യം, അതിരുകടന്ന പാശ്ചാത്യ ആഭിമുഖ്യം മാപ്പർഹിക്കാത്ത അനീതിയാണ്. ഈ അനീതി ഒരു ചരിത്ര ദുരന്തമായി അവശേഷിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പടിപ്പുരയിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഗൃഹത്തിലേക്ക് കടക്കുകയാണ്. എം ഉണ്ണികൃഷ്ണൻ്റെ നിരൂപണങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സിദ്ധാന്തത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങളിൽ 90% ഫിലോസഫിക്കൽ ക്രിറ്റിസിസം എന്ന നമ്മൾ പറയാൻ അറയ്ക്കുന്ന ചിലതുകൾ ഉണ്ട്. ഭാരതീയമായ ചില സങ്കല്പങ്ങൾ നിങ്ങൾ അസ്തിത്വവാദത്തെക്കുറിച്ച് പറയൂ, പക്ഷേ അതിനേക്കാൾ മുൻപേ അധക്കേന പ്രയുക്തോയം എന്ന് തുടങ്ങുന്ന ഞാൻ മനഃപൂർവ്വമല്ലാതെ തെറ്റു ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന വിധി എന്ന സങ്കല്പമുണ്ടല്ലോ, ആ വിധി എന്ന ഇന്ത്യൻ സങ്കല്പത്തിനേക്കാൾ ഒട്ടും കൂടുതലല്ല, ഒട്ടും വലുതല്ല അസ്തിത്വ ചിന്ത. എന്തുകൊണ്ടാണ് ഞാൻ അറിയാതെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നത്? അനുച്ഛിന്നഭിമാർഷ്ണേയ ബലാത് ഇവ നിയോജിത എന്നാണല്ലോ. ഞാൻ മനഃപൂർവ്വമല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിധി എന്ന സംജ്ഞയെ, വിധി എന്ന വിചാരത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാഹിത്യ പഠനത്തിൽ അസ്തിത്വത്തിന് പകരം വെച്ചുകൂടാ എന്ന് പറയാതെ പറയുന്ന നിരൂപണ ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. ഇനി പൊതുവായി കാര്യങ്ങൾ പറയുകയാണ്. എം ഉണ്ണികൃഷ്ണൻ എന്ന നിരൂപകന്, അധ്യാപകന് മലയാള സാംസ്കാരിക സാഹിത്യ ചരിത്രത്തിൽ എന്താണ് സ്ഥാനം എന്നുള്ളതിന് നേരത്തെ ശ്രീ എം ശ്രീനാഥൻ സാർ ഇവിടെ സ്ഥിതിവിവര കണക്കുകളുടെ ബലത്തിൽ പറഞ്ഞ് ഉറപ്പിക്കുകയുണ്ടായി. ഞാൻ സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് പറയുന്നതിൽ അത്ര ബലവാനല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു മനോധർമ്മവും മനോവിചാരവും വെച്ച് ഞാൻ പറയുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാശ്ചാത്യ കൊളോണിയലിസത്തിന് പകരം, പാശ്ചാത്യ ആധുനികതയ്ക്ക് പകരം കേരളീയമായ നവീനത കണ്ടെത്തിയ ചട്ടമ്പി സ്വാമികൾ ഈ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ചുവരുകൾ, ആ കുഞ്ഞൻ എന്ന മനുഷ്യൻ ചുമന്ന പടുകൂറ്റൻ കരിങ്കല്ലുകളുടെ വിയർപ്പും ചോരയും ഈ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ചുവരുകളിലും തൂണുകളിലും ഉണ്ട് എന്നുള്ളത് ചരിത്രമാണ്. എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ ആയി എന്നുള്ളതിന് ഉത്തരം പറയുമ്പോൾ സ്വന്തമായൊരു പേര് പോലും അത്ര ബലപ്പിച്ച് ഇല്ലാതായത് കൊണ്ടാണ് ക്ലാസ് മുറിയിലെ ചട്ടമ്പി എന്ന പേര് പിന്നെ ചട്ടമ്പി സ്വാമികളായത്. കേരളത്തിൽ ഏറ്റവും ആദ്യമായി സംസ്കാര പഠനം, കേരളത്തിൽ ഏറ്റവും ആദ്യമായി ഭാഷാശാസ്ത്ര പഠനം, കേരളത്തിൽ ഏറ്റവും ആദ്യമായി ശാസ്ത്രീയമായ ചരിത്ര പഠനം, കേരളത്തിൽ ഏറ്റവും ആദ്യമായി യുക്തിപരമായ പ്രമാണവാദത്തിൻ്റെ, എംപറിക്കൽ പോസിറ്റിവിസത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ മാതൃകയെ അറിയാതെ തന്നെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ പറഞ്ഞുറപ്പിക്കുന്ന സൈദ്ധാന്തിക താർക്കിക ആചാര്യൻ്റെ വീണ്ടെടുക്കലാണ്. വീണ്ടെടുക്കൽ എന്ന് പറഞ്ഞുകൂടാ, കണ്ടെടുക്കലാണ് എം ഉണ്ണികൃഷ്ണൻ സാർ മലയാളത്തിലെ സാംസ്കാരിക സാഹിത്യ മേഖലയ്ക്ക് നൽകിയ പ്രധാനപ്പെട്ട സംഭാവന. ഇനി അദ്ദേഹത്തിൻ്റെ ചില നിരൂപണ ലേഖനങ്ങളിലെ സന്ദർഭങ്ങളിലേക്ക് ഞാൻ ഒന്ന് കടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു നിർത്തും. ഒ വി വിജയനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ സന്ദേഹങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയും, നിരൂപകൻ പറയും. സന്ദേഹിയുടെ സംവാദം എന്നാണല്ലോ ഒ വി വിജയൻ്റെ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ.
പക്ഷേ ഈ ആത്മീയതയിൽ സന്ദേഹ സംവാദങ്ങളുടെ സാന്നിധ്യവും പ്രസക്തിയും എത്രമാത്രം എന്ന് എം ഉണ്ണികൃഷ്ണൻ എന്ന നിരൂപകൻ ഒറ്റ ചോദ്യത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒറ്റ ചോദ്യം കൊണ്ട് ഈ സന്ദേഹം, ആത്മീയതയിൽ സന്ദേഹ സംവാദങ്ങളുടെ നില എവിടെയാണ്, എത്ര വരെയാണ് എന്ന ഒരു സന്ദേഹം ഒരു ചോദ്യത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം വെക്കുന്നു. അതിങ്ങനെയാണ്: സന്ദേഹങ്ങൾ തുടങ്ങുന്നതാണോ, സന്ദേഹങ്ങൾ ഒടുങ്ങുന്നതാണോ ശരിയായ ആത്മീയത എന്ന സന്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ട് OV വിജയനെ കൃത്യമായി എന്ന് ഞാൻ പറയുന്നത് നമുക്കതിനോട് വിയോജിക്കാം. നേരത്തെ ഇവിടെ പ്രസാദ് സാറ് KP അപ്പനോട് വിയോജിച്ചതുപോലെ കേരളത്തിലെ ഏത് നിരൂപകരോടും ഏത് സിദ്ധാന്ത പ്രതിഷ്ഠാപകരോടും വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കുണ്ട്. OV വിജയനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് OV വിജയൻ കഥകളുടെ പുരോഗതി? ആ പുരോഗതി പ്രശ്നസങ്കുലവും ശോകപൂരിതവുമായ ഭൗതിക ലോകാനുഭവങ്ങളിൽ നിന്നും ശാശ്വത സുഖസന്ദായകമായ ആത്മീയതയിലേക്കുള്ള പ്രയാണം തന്നെയാണ്. പിൽക്കാലത്ത് ആധുനികതയുടെ മധ്യാഹ്നത്തിൽ കത്തിജ്വലിച്ച ഉച്ചസൂര്യനായി അക്കാലത്ത് ആളുകൾ വായിച്ച വിജയനെ പിന്നെ ഗുരുസാഗരത്തിൻ്റെയും പ്രവാചകന്റെ വഴിയുടെയും വഴികളിലേക്ക് വായിച്ചു പോയ ആളുകൾ പറയും, ഇത് ഇന്ത്യൻ ആത്മീയതയുടെ വഴിയിലാണ് വിജയൻ, അത് കാവ്യദേശീയതയുടെ വഴിയിലാണ് എന്ന് ചിലർ കളിയാക്കിയിട്ടും ഉണ്ട്. പക്ഷെ ഇന്ത്യൻ ആത്മീയതയുടെ വഴിയിലേക്ക് ഭൗതിക സന്ത്രാസങ്ങളുടെയും ഭൗതിക ജീവിതത്തിൻ്റെ ആശയ സംഘർഷങ്ങളുടെയും ഭൂമിയിൽ നിന്ന് സമാധാനത്തിൻ്റെ ആത്മീയതയുടെ ഇന്ത്യൻ പാരമ്പര്യത്തിലേക്ക് നടന്നുപോയി എന്നുള്ളതാണ് OV വിജയൻ എന്ന എഴുത്തുകാരൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെ പുരോഗതി എന്ന് മലയാളിയോട് പറയാൻ, വളരെ സൗമ്യമായി മലയാളിയോട് പറയാൻ ധൈര്യം കാണിക്കുന്നുണ്ട് ഈ നിരൂപകൻ. മുകുന്ദൻ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ജന്മനാ തന്നെ വിവാദങ്ങളുടെ കളിത്തോഴൻ എന്ന് ഈ നിരൂപകൻ M മുകുന്ദനെ പറ്റി ഒരു സന്ദർഭത്തിൽ പറയുന്നു. ആ മുകുന്ദനെ പറ്റി പോലും നിങ്ങൾ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളെക്കുറിച്ച് പറയുന്ന ഡൽഹിയും ദൈവത്തിൻ്റെ വികൃതികളും എഴുതിയ മുകുന്ദനിൽ പോലും ഇന്ത്യൻ തത്വചിന്തയുടെ, ഇന്ത്യൻ വേദാന്തത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇന്ത്യൻ ഫിലോസഫിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ആശയധാര നമുക്ക് മുന്നോട്ട് വെക്കാമെങ്കിൽ ആ തത്വചിന്താപരമായ മലയാള നിരൂപണത്തിൻ്റെ ഒരു പ്രധാന ആ നിരൂപണത്തിൻ്റെ പന്തിയിൽ ഒന്നാം നിരയിൽ നിങ്ങൾക്ക് AM ഉണ്ണികൃഷ്ണൻ എന്ന നിരൂപകനെ കൊണ്ട് നിർത്താം. AM ഉണ്ണികൃഷ്ണൻ്റെ നിരൂപണ ശൈലിയിൽ ഇതിലെ വക്താവിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് പറയാം. നേരത്തെ പ്രസാദ് സാർ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇത്ര സമാധാനത്തോടെ സംസാരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇത്ര ഒച്ച കുറച്ച് സംസാരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഇത്രയും ദിവസം തുടർച്ചയായി ജീവിക്കാൻ കഴിയുക? അതിനുത്തരം അദ്ദേഹം VP ശിവകുമാറിനെ പറ്റി എഴുതിയ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. മറ്റൊരാൾക്ക് നിസ്സാരമായി തോന്നിക്കുന്നതാകാമെങ്കിലും അനുഭവിക്കുന്നയാൾക്ക് അത് സ്വന്തം ജന്മത്തെ കാർന്നു തിന്നുന്ന മാരക വേദനയാണെന്ന് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമുണ്ട്. ഈ അഭിവ്യക്തിയെ വായനക്കാരനിലേക്ക് സന്നിവേശിപ്പിക്കാൻ കൊണ്ടുവരാൻ VP ശിവകുമാറിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം ശരിയായി ഗ്രഹിച്ച് ഏറ്റവും സംവേദനാത്മകമായി ആവിഷ്കരിച്ചതിന് ശേഷം ഞാൻ യാതൊന്നും ചെയ്തില്ല എന്ന ഭാവവുമായി മാറി നിൽക്കുക, ഒറ്റയാവുക. ഇതാണ് മലയാള കഥയിൽ ശിവകുമാർ സാധിച്ചത്. നിങ്ങൾ ഈ നിരൂപണത്തിൽ
വളരെ വിവാദപരമായ ചില പരാമർശങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ നിരൂപണ ലേഖനങ്ങളിൽ. പക്ഷേ ഉണ്ണികൃഷ്ണൻ സാറിനോട് ഒരിക്കലെങ്കിലും സംസാരിച്ച ആളുകൾ വിചാരിക്കും, ഓ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഉദ്ദേശിച്ചത്, സാർ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. അങ്ങനെയാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് മിണ്ടാതെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ പമ്മി മാറി നിൽക്കുക, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ നിൽക്കുക എന്നുള്ള ഒരു നിരൂപണത്തിൻ്റെ വഴി ആണ് ഈ നിരൂപണത്തിലെ വക്താവിൽ ഞാൻ കാണുന്നത്. അവരുടെ പ്രശ്നമുണ്ട്, അവർക്കൊരു പ്രശ്നമുണ്ട്. ഇത് എല്ലാവർക്കും പറ്റില്ല. പലരിൽ ഒരാൾക്ക് ചിലപ്പോൾ മാത്രം പറ്റുന്ന കാര്യമാണ്. വൈരുദ്ധ്യാത്മകമായ ആശയങ്ങളെ മുഴുവൻ പറയുക, അത് ശക്തമായി പറഞ്ഞു വെച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, എൻ്റെതല്ല, ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ആരും കാണാതെ മൂലയിൽ മാറി നിൽക്കുക. ഇത് പലരിൽ ഒരാൾക്ക് ചിലപ്പോൾ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അത് അപ്പോൾ തന്നെ ഏവരുടെയും ശ്രദ്ധയ്ക്ക് വിഷയമാവുകയോ അംഗീകാരത്തിന് പാത്രമാവുകയോ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അർഹിക്കുന്ന പരിഗണന പോലും കിട്ടിയില്ല എന്ന് വരാം. എങ്കിലും കാലത്തിൻ്റെ കാരുണ്യപൂർവമായ നിജപ്പെടുത്തൽ അവയ്ക്ക് കൈവരും എന്ന് തീർച്ച. ഒരു നിരൂപണത്തിലെ വക്താവ് എന്നുള്ള തരത്തിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ വാചകമാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ ചില എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുത്തുകാരനെ പരമാവധി പുകഴ്ത്തുന്നതിനേക്കാൾ ആ എഴുത്തുകാരന് വേണ്ടി ചില നിർദോഷമെന്ന് തോന്നുന്ന വാചകങ്ങൾ വിക്ഷേപിക്കും. ആ നിർദോഷമെന്ന് പറയുന്ന വാചകങ്ങൾ താൻ ഏത് എഴുത്തുകാരനെയാണോ പരാമർശിക്കുന്നത് ആ എഴുത്തുകാരൻ്റെ ശൈലിയിൽ നിന്ന് മാറി നിൽക്കുന്ന മുഴുവൻ എഴുത്തുകാർക്കും കൊള്ളും. സിനിമാ പാട്ട് പറയുന്ന പോലെ എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി എന്ന മട്ടിൽ. നോക്കൂ, കോവിലിനെ കുറിച്ചാണ് പറയുന്നത്. അതിഭാവുകത്വത്തിൻ്റെ ഒപ്പാരികളും കിന്നാരമോ ദാർശനികതയുടെ അവ്യാഖ്യേയ ഘോഷണമോ വിവരിക്കാൻ, ഇനിയാണ് നിങ്ങൾ പറയുന്ന ഒരു നിരൂപകന്റെ ടച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇനി പറയാൻ പോകുന്നതാണ്. ഇതുവരെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും വേണമെങ്കിൽ എഴുതാം. അതിഭാവുകത്വത്തിൻ്റെ ഒപ്പാരികളോ കിന്നാരമോ ദാർശനികതയുടെ അവ്യാഖ്യേയ ഘോഷണമോ വിവരിക്കാൻ കോവിലൻ എന്ന എഴുത്തുകാരൻ്റെ പേനയിൽ മഷിയില്ല. ഇത്തരത്തിൽ തനിക്ക് പറയേണ്ടത്, നമ്മൾ അതിനെന്താണ് പറയുന്നത്, നേരിട്ട് പറയാതെ അപ്രസ്തുത പ്രശംസ എന്ന മട്ടിൽ അപ്രസ്തുതമായ നിന്ദയും ചില കാലത്തിലെ എഴുത്തുകാർക്ക് കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കവിതാ പഠനങ്ങളും നിങ്ങൾ പലരും പഠിക്കും. ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞു നിർത്താൻ പോകുന്ന ഒരു കാര്യം, ഇനിയും ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണത്തിൻ്റെ സവിശേഷത എന്ത് എന്നുള്ളതിന് ഈ നിരൂപകന്റെ ഉത്തരം ഇങ്ങനെയാണ്. വളരെ ലളിതമാണ്. നേരത്തെ ഇവിടെ പ്രസാദ് സാർ പറഞ്ഞ പോലെ എഴുതുന്ന എനിക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാകാതിരിക്കുന്നതാണ് മഹത്തായ ശാസ്ത്രീയമായ യുക്തിവിചാരവും തികഞ്ഞ ലാവണ്യബോധവുമാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ നിരൂപണത്തിന്റെ അടിസ്ഥാന ശിലകൾ. പലരും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവയെ ബലപ്പെടുത്തിയതാകട്ടെ അചഞ്ചലമായ മൂല്യബോധം ഒന്ന് മാത്രം. ഇവയ്ക്കൊപ്പം അനുഭവനിഷ്ഠമായ അനുഭൂതിയുടെ മൗലികത സമ്മേളിച്ചതിനാൽ മാരാരുടെ വിമർശനം അപൂർവങ്ങളിൽ അപൂർവമായി തീർന്നു. മലയാളത്തിന് മാരാര് സമ്മാനിച്ച ഈ അപൂർവത അനുകരണീയമാണെന്ന് കൂടി അറിഞ്ഞാലേ അതിൻ്റെ വൈശിഷ്ട്യം പൂർണ്ണമായി ഗ്രഹിക്കാൻ ആവുകയുള്ളൂ. മാരാരെ കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായും കൃത്യമായും അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് കൂടെ നമ്മൾ ഇത് പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയും. മലയാളി ഏറ്റവും കൂടുതൽ മറന്ന, ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ട ഒരു നിരൂപകനാണ്. കാരണം അന്ന്
കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള ഒരു കവിയായിരുന്നു ആ നിരൂപകൻ്റെ എതിർപക്ഷത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, അത് സഞ്ജയനാണ്. ഹാസ്യസാഹിത്യകാരനാണ്, നിരൂപകനാണ്. സഞ്ജയൻ അങ്ങനെ എതിർക്കപ്പെടാനുള്ള കാരണം സാക്ഷാൽ ചങ്ങമ്പുഴയോടാണ് സഞ്ജയൻ ഏറ്റുമുട്ടിയത്. കാരണം ചങ്ങമ്പുഴയ്ക്ക് അന്ന് ഇഷ്ടം പോലെ അണികളുള്ള കാലമാണ്. സഞ്ജയൻ ഏതാണ്ട് ആം ആദ്മി പാർട്ടി തുടങ്ങുന്ന കാലത്തെ പോലെ ആയിരുന്നു അന്ന്. താനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എം ഉണ്ണികൃഷ്ണൻ സാർ ഒരു ലേഖനം എഴുതും, സഞ്ജയനെ മറക്കുമോ മലയാളം. നിരൂപണം എന്നത് കേവലം കവിതാ നിരൂപണമോ കഥാനിരൂപണമോ നോവൽ നിരൂപണമോ മാത്രമല്ല, അത് പാരമ്പര്യത്തിൻ്റെ നിരൂപണം കൂടിയാണ്. സഞ്ജയനെ മറക്കരുത്. ശ്രേഷ്ഠ മലയാളത്തിൻ്റെ മാർഗദർശിയായ ഡോക്ടർ കെ ഗോദവർമ്മയെ മറക്കരുത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാലകളിൽ അട്ടിയായ അലമാര ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള കഴിഞ്ഞ കാലത്തിൻ്റെ മഹാപണ്ഡിതനാണ് ഡോക്ടർ കെ ഗോദവർമ്മ. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾക്ക് മനസ്സിലായി കാണും. എനിക്ക് അറിയാം, ജയകൃഷ്ണൻ അറിയാം, പ്രസാദ് സാറിനും അറിയാം. അട്ടിയായ അലമാര ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ ഗോദവർമ്മയെ ശ്രേഷ്ഠ മലയാളത്തിൻ്റെ മാർഗദർശി എന്ന് അടയാളപ്പെടുത്തിയത് ഇവിടെ ഈ നിരൂപകനാണ്. പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം, നേരത്തെ ആരാ പറഞ്ഞതുപോലെ ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ലേഖനം വന്നിട്ടുള്ളത് മുഴുവൻ ജന്മദിനത്തിനും ചരമദിനത്തിനുമാണ്. അല്ലാതെ അത് കേരളത്തിലെ പത്രക്കാരുടെ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാണ്. അല്ല ചട്ടമ്പി സ്വാമിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടോ ശ്രീനാരായണ ഗുരുവിനുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല ഈ ജനിച്ച ദിവസം മരിച്ച ദിവസം ലേഖനം കൊടുക്കുന്നത്. പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റ് ഉണ്ട്. അത് സാക്ഷാൽ പന്മ രാമേന്ദ്രൻ നായർ സാർ കുറേ കാലം കൊണ്ടുനടന്നു, ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെ കൊണ്ടുനടന്നു. അതുകൊണ്ട് മാത്രമാണോ പി കെ പരമേശ്വരൻ നായർ അറിയപ്പെടേണ്ടത്? ലാളിത്യത്തിൻ്റെ ആദർശ സൗരഭം എന്ന ശീർഷകത്തിൽ മലയാളത്തിലെ ഏറ്റവും നല്ല കാതലുള്ള ജീവചരിത്രകാരൻ പി കെ പരമേശ്വരൻ നായർ, സംശയമില്ല. ഭാഷാ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയൊരു കാര്യമാണ് ഈ വൈജ്ഞാനിക മലയാളം എന്നൊരു ലേഖനം അദ്ദേഹം പറയും. അപ്പോൾ വൈജ്ഞാനിക മലയാളത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് മലയാളത്തിന് വൈജ്ഞാനിക ശേഷി ഇല്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ വെറുതെയാണ്. ഈ രാഷ്ട്രഭാഷ ഹിന്ദി, ഹമാര രാഷ്ട്രഭാഷ ഹിന്ദി ഹേ, ഹിന്ദി ഹൂം എന്നൊക്കെ പറയാം. എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല. എന്തായാലും അത് ആ ഹിന്ദിയിൽ വിവർത്തനം ചെയ്യുന്നതിന് മുന്നേ, ബംഗാളിൽ വിവർത്തനം ചെയ്യുന്നതിന് മുമ്പേ കൗടല്യൻ്റെ അർത്ഥശാസ്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാർ പറയുന്നത് വൈജ്ഞാനിക മലയാളം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് അച്ചടി മലയാളമാണോ? അല്ല. നിങ്ങൾ ഈ കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാർക്ക് നൂറ് മരുന്നുകൾ അറിയാം. എന്താണ് വാൻഡ്രീഡ് എന്ന് പറയുന്ന ഡച്ചുകാരന് ഈ ആയിരക്കണക്കിന് മരുന്നുകളുടെ പേരും ചികിത്സയും ഉപയോഗവും പറഞ്ഞുകൊടുത്ത ഇട്ടിയച്യുതൻ കേരളത്തിൻ്റെ വൈജ്ഞാനിക ശേഷിയുടെ പ്രതീകം. നാട്ടറിവുകൾ, കടലറിവുകൾ, കാടറിവുകൾ ഒക്കെ ഈ വൈജ്ഞാനിക ശേഷി. രണ്ടാമത് അദ്ദേഹം ആ ശീർഷകത്തിൽ പറയുന്ന മറ്റൊരു ലേഖനം വിളംബര മലയാളം എന്നാണ്. എനിക്കത് ശീർഷകം കേട്ടപ്പോൾ വലിയ കൊതി തോന്നി. ഇതെന്താണെന്ന് അറിയണമല്ലോ. കാരണം വിളംബര മലയാളം. അപ്പം ഞാൻ വിചാരിച്ചു ഈ കാലാകാലങ്ങളിലെ വിളംബരങ്ങളിലെയും ശാസനങ്ങളിലെയും മലയാളം ത്തെക്കുറിച്ചായിരിക്കും. ഐശ്വര്യം അത്ര ഇല്ലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇല്ല. തുഞ്ചത്തെഴുത്തച്ഛൻ കേരളത്തിൻ്റെ പരമാചാര്യനാണ്. സി വി രാമൻപിള്ള കേരളത്തിൻ്റെ നവോത്ഥാനത്തിലെ, സി വി രാമൻപിള്ള ആരും നവോത്ഥാനത്തിൻ്റെ വഴിയിലൊന്നും ആരും പറഞ്ഞിട്ടില്ല. പ്രഹസനകാരൻ, നോവലിസ്റ്റ് എന്നൊക്കെ. സി വി രാമൻപിള്ളയ്ക്ക് കേരളത്തിൻ്റെ നവോത്ഥാന നേതൃത്വങ്ങളുടെ കൂട്ടത്തിൽ ഒരിടം ഉണ്ട് എന്ന് പറയുന്ന ലേഖനം ചട്ടമ്പിസ്വാമിയെക്കുറിച്ചുള്ള ചട്ടമ്പിസ്വാമിയുടെ ജ്ഞാനലോകങ്ങൾ എന്ന ലേഖനം. അങ്ങനെ കേരളം സ്വാമി വിവേകാനന്ദനെ സ്വാംശീകരിച്ച വിധം, നാം കണ്ട ഋഷി എന്ന ജി ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ചുള്ള ലേഖനം. അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തമായ ദാർശനികതയെക്കുറിച്ച്, തത്വചിന്തയെക്കുറിച്ച്, നോവലിനെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, ഭാവുകത്വത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ച ഒരു നിരൂപകൻ. അദ്ദേഹത്തിൻ്റെ
ഔദ്യോഗികമായ ചിട്ടവട്ടങ്ങളിൽ നിന്ന്, ഔദ്യോഗികമായ വിലക്കുകളിൽ നിന്ന് സർവകലാശാലയും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും വരച്ചിടുന്ന കളങ്ങളിൽ നിന്ന് കുതറി മാറി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നിർത്തുന്നു. ഞാൻ വിർജീനിയ വുൾഫിൻ്റെ ഒരു കഥ ഇവിടെ പറയുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഉണ്ണികൃഷ്ണ സാറ് കേൾക്കണം എന്നും എനിക്ക് ആഗ്രഹം ഉണ്ട്. വിർജീനിയ വുൾഫിൻ്റെ കഥ ഇങ്ങനെയാണ്. ഒരു മഹാനായ അധ്യാപകൻ, ഒരു മനുഷ്യൻ മരിച്ചു. എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. മരിച്ചിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക്. അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാണ്. കാരണം ഇവിടെ ജീവിച്ച കാലത്തെല്ലാം ഫുൾ ടൈം നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നല്ലത് മാത്രം ചെയ്ത ഒരാൾ അങ്ങനെ മരിച്ചിട്ട് സ്വർഗത്തിലുണ്ട്. പക്ഷേ ദൈവം പറയുന്നു, സോറി, നിങ്ങൾക്കിനി സ്വർഗത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു ഗുരുനാഥൻ്റെ ക്ലാസ്സിൽ 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. അതിനേക്കാൾ നല്ല സ്വർഗമൊന്നും ഇവിടെ ദൈവത്തിന് ഓഫർ ചെയ്യാൻ ഇല്ല. ഇതാണ് വിർജീനിയ വുൾഫിൻ്റെ കഥ. ഞാൻ ഈ കഥയെ വേറൊരു തരത്തിൽ പറയുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എം ഉണ്ണികൃഷ്ണൻ സാർ മരിച്ച് സ്വർഗത്ത് ചെല്ലും. അപ്പോൾ അവിടെ ദൈവം ഇരിക്കും. അപ്പോൾ ദൈവം ചോദിക്കും, എവിടെ നിന്നാണ്? അത് കേരളത്തിൽ നിന്നാണ്. എന്തായിരുന്നു പണി? ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു, ഗൈഡായിരുന്നു, സർവകലാശാല പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ചട്ടമ്പിസ്വാമിയെ ഞാൻ മലയാളത്തിൽ പരിചയം. ഓക്കെ, അതൊക്കെ കൊള്ളാം. അപ്പോൾ സ്വർഗമാണ് വേണ്ടത്. അപ്പോൾ ദൈവം പറയും, പ്രിയപ്പെട്ട മിസ്റ്റർ എം ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് സ്വർഗം തരണമെന്ന് തീർച്ചയായും ആഗ്രഹമുണ്ട്. പക്ഷേ താങ്കൾക്ക് സ്വർഗം തരാൻ നിർവാഹമില്ല. കാരണം ഭൂമിയിലെ ഏറ്റവും നല്ല ശിഷ്യന്മാരുടെ സ്നേഹസ്വർഗത്തിൽ ഒരു ദിവസം മൊത്തം നിങ്ങൾ ആറാടുകയായിരുന്നു. അതുകൊണ്ട് അതിനേക്കാൾ വലിയ സ്വർഗം ഇവിടെ ഓഫർ ചെയ്യാനില്ല. സോ യു ഗോ ബാക്ക് ടു എർത്ത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അജയൻ സാറിന് യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയൻ പനേറ സാറിന് ഉപഹാരം സമർപ്പിക്കുന്നത് ഡോക്ടർ സന്ധ്യ VS. വിമർശകൻ എന്ന നിലയിൽ ആദരണീയനായ പ്രിയ ഗുരുനാഥൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണ സാർ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ഒരു അക്കാദമിക് പ്രബന്ധാവതരണ സെഷനാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിച്ചത് കേരള സർവകലാശാല കേരള പഠന കേന്ദ്രം അധ്യക്ഷൻ ഡോക്ടർ CR പ്രസാദ് സാറാണ്. ഒരുപക്ഷെ ഇവർ ഏറ്റവും കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണ സാറിനെ ചെറിയ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെയും സുഹൃത്തെന്ന നിലയിലും വിമർശകൻ എന്ന നിലയിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന വാക്കുകളാണ് ചെറുതെങ്കിലും മനോഹരമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ പ്രസാദ് സാർ കാഴ്ചവെച്ചത്. പ്രസാദ് സാറിന് മഹിതം സുഹൃതം കൂട്ടായ്മയുടെ പേരിലുള്ള ഗവേഷക കൂട്ടായ്മയുടെ പേരിലുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. AM ഉണ്ണികൃഷ്ണ സാറും സാഹിത്യ വിമർശകനും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ വളരെ രസകരമായിട്ടാണ് അജയൻ പനേറ സാറിൻ്റെ പ്രബന്ധ അവതരണം കേട്ടുകൊണ്ടിരുന്നത്. സാധാരണ പ്രബന്ധ അവതരണങ്ങൾക്കൊരു മുഷിപ്പുണ്ടായിരിക്കും. കാരണം അതിൻ്റെ ഒരു അക്കാഡമിക് നിലവാരമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അക്കാഡമിഷ്യൻസ് അല്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, എന്നാൽ അതിൻ്റെ അക്കാഡമിക് സ്വഭാവം ഒട്ടും ചോർന്നു പോകാതെയും രസകരമായും ഗഹനമായും ഒരു വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിന്ന് പനേറ സാറിൻ്റെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ പ്രബന്ധം കേട്ടത്. ഉണ്ണികൃഷ്ണ സാർ എന്ന് പറയുന്ന നിരൂപകൻ്റെ വിമർശന ശൈലിയെയും വിമർശനത്തിൻ്റെ പ്രത്യേകതയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന നിരീക്ഷണങ്ങളാണ് സാർ അവതരിപ്പിച്ചത്. സാറിനും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചത് ജയകൃഷ്ണ സാറാണ്. ജയകൃഷ്ണ സാറിനും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ
സെമിനാറിൻ്റെ എല്ലാ സെഷനിലും വിജയിപ്പിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ എല്ലാ വ്യക്തികളുമാണ്. അവർക്കും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.